രോഹിത് ശർമ്മയെ വീണ്ടും ഇന്ത്യൻ ഏകദിന ടീമിന്റെ ക്യാപ്റ്റനാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട് BCCI. രോഹിത് ശർമ്മന്റെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മന്റെ ക്യാപ്റ്റൻസി എടുത്ത് മാറ്റുന്നത്. T20യിൽ നിന്നും അതേപോലെ തന്നെ ടെസ്റ്റിൽ നിന്നും രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് ശേഷം വൺഡേയിൽ മാത്രമാണ് തുടർന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. അതിൽ ഇന്ത്യ കപ്പടിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടർന്ന് വന്ന കളിയിലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മനെ ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയാനുള്ളൊരു തീരുമാനം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 75% വിൻ പെർസെൻറ്റേജ് ഉള്ള ഒരു ക്യാപ്റ്റനായിരുന്നു രോഹിത് ശർമ്മ. അതും അത്യാവശ്യം നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു ബാറ്റർ കൂടിയാണ് രോഹിത് ശർമ്മ. എന്നിട്ടും ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റിയത് ഒരുപാട് ചർച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ 56 വൺഡേ മാച്ച് കളിച്ചതിൽ 42 എണ്ണവും വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും രോഹിത്തിനെ ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റിയതിന് ചീഫ് സെലക്ടറായ അജിത് അഗർക്കറിനോ അതേപോലെ തന്നെ കോച്ചായ ഗൗതം ഗംഭീറിനും മുഖ്യ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് എണ്ണിയാൽ തീരാത്ത പ്രതിഭകളുള്ളൊരു ടീമാണ് ശരിക്കും ടീം ഇന്ത്യ. എന്നിരുന്നാൽ തന്നെ ടീം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു പ്രകടനം ഭയങ്കര മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മെയിനായിട്ടും പ്രീവിയസ് മാച്ചുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ടെസ്റ്റിലാണെങ്കിൽ പരാജയമായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോം മാച്ചിൽ പോലും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ദയനീയമായിട്ടാണ് തോറ്റുകൊണ്ടിരിക്കുന്നത്. വൺ ഡേയിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം നാട്ടിൽ പോലും തട്ടിമുട്ടിയിട്ടുള്ള വിജയങ്ങൾ സ്വന്തമാക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ തോൽക്കുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. T20യിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല രീതിയിൽ ടീം ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറി മാറി വരുന്ന ഒരു ക്യാപ്റ്റൻസി തന്നെയാണ്. അതിലിപ്പോൾ ഗില്ലിന് ഇതിലെല്ലാത്തിൻ്റെയും ക്യാപ്റ്റൻസി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്റ്റൻസിയുടെ ഒരു കാരണം കൊണ്ട് മാത്രം ഫോം ഔട്ടിൽ തുടരുന്ന ഒരു ഗില്ലിനെ ആ ഒരു ഓപ്പണിംഗ് സ്ഥാനം കൊടുത്തുകൊണ്ട് ഒരുപാട് കാലം പിടിച്ചു നിർത്തിയതാണ്. ഫോം ഔട്ടിൽ തുടരുന്ന ഒരു പ്ലെയറിനെ ടീം ക്യാപ്റ്റനാണ് എന്ന് പറഞ്ഞൊരു പരിഗണന കൊണ്ട് മാത്രം മുന്നിലോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് ടീം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടീം മാനേജ്മെൻറ്റ് വേറെ തീരുമാനങ്ങൾ എടുക്കാൻ മുതിർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാപ്റ്റൻസി മാറ്റി പരീക്ഷിക്കാനുള്ള മെയിൻ റീസൺ അവർ പറഞ്ഞിരുന്നത് 2027 വേൾഡ് കപ്പ് ആകുമ്പോൾ ഇവർ ചിലപ്പോൾ റിട്ടയർ ആവും. രോഹിത് ശർമ്മയാണെങ്കിലും വിരാട് കോഹ്ലി ആണെങ്കിലും റിട്ടയർ ആവും. അതുകൊണ്ട് തന്നെ 2027 വേൾഡ് കപ്പിലേക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്റ്റൻ വേണം എന്നുള്ളതിൻ്റെ ഒരു മുൻഗണന കൊണ്ടാണ് ഈ ഒരു ക്യാപ്റ്റൻ മാറ്റി പരീക്ഷണം വന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്ക പരാജയം എന്നുള്ള ഒരു തെളിവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രീവിയസ് മാച്ചുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2027 ഈ വിരാട് കോഹ്ലി ആണെങ്കിലും രോഹിത് ആണെങ്കിലും വേൾഡ് കപ്പ് കളിക്കും എന്നുള്ള സൂചനകൾ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് വീണ്ടും രോഹിത്തിനെ 2027 വേൾഡ് കപ്പിൻ്റെ ഉള്ളിൽ തന്നെ വേൾഡ് കപ്പിന് ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് തന്നെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മുതിരുകയാണ് കേട്ടോ BCCI.